ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 37-ാം വാക്യം. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കൂക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇതിന്റെ ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, സൈറസ് രാജാവ് ദാനിയേൽ പ്രവാചകനെ സിംഹക്കൂട്ടിലിട്ടു. യൂദയായിലുള്ള ഹബക്കൂക്ക് പ്രവാചകനെ കർത്താവിന്റെ ദൂതൻ, ഹബക്കൂക്ക് പ്രവാചകൻ വയലിൽ കറിയും പൊടിച്ച അപ്പവും കറികളും എല്ലാം കൊണ്ട് വയലിലേക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയായിരുന്നു. അങ്ങനെ പൊക്കൊണ്ടിരുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ മുടിക്ക് പിടിച്ച് കർത്താവിന്റെ ദൂതൻ സിംഹക്കൂട്ടിൽ എത്തിച്ചു ദാനിയേലിന് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ ഹബക്കൂക്ക് പ്രവാചകൻ ദാനിയേലിനോട് പറയുകയാണ്, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. അപ്പം അതിന് മറുപടിയായിട്ടാണ് ദാനിയേൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇവിടെ പ്രവാചകനോ ദാനിയേലിനോ അല്ലെങ്കിൽ ദൂതനോ ഒന്നുമല്ല പ്രാധാന്യം, മറിച്ച് ദൈവത്തിനാണ്. എല്ലാ അത്ഭുതങ്ങളുടെയും പ്രാധാന്യം, അതിൻ്റെ നന്മ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും അല്ലെങ്കിൽ എല്ലാ നന്മകളും അടിസ്ഥാനപരമായി ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, മറ്റാര് നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. അവിടുന്ന് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും. ദൈവരാജ്യം വളരട്ടെ.